പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സ്വാഗതം. PM മുഹമ്മദ് റിയാസിന് ആമുഖത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ ഊർജ്ജസ്വലനായ മന്ത്രിയാണ്. ടൂറിസത്തിനൊരു പുതിയ ദിശാബോധം നൽകുന്നു എന്നുള്ളതാണ് റിയാസിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് നിങ്ങൾക്കറിയാം. പുതിയൊരു ആശയം നമ്മുടെ ഇന്ത്യയിൽ തന്നെ വിനോദസഞ്ചാര മേഖലയിൽ കേരള ടൂറിസം അവതരിപ്പിക്കുന്നതിന്റെ ശില്പിയാണ് മുഹമ്മദ് റിയാസ്. അത് സാഹിത്യ വിനോദസഞ്ചാരം, അതിൻ്റെ ഒരു സർക്യൂട്ട്, ലിറ്റററി ടൂറിസം എന്ന് പറഞ്ഞൊരു പുതിയ ആശയം ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ട് മലബാറിനെ കേന്ദ്രമാക്കി കേരള ടൂറിസം ആരംഭിക്കേണ്ടത് അമരക്കാരനായ റിയാസ്. എന്താണ് ഈ സാഹിത്യ വിനോദസഞ്ചാരം അഥവാ ലിറ്റററി ടൂറിസം സർക്യൂട്ട്? കോഴിക്കോട് മലബാറിനെ കേന്ദ്രീകരിച്ചാണ് മലബാറിലെ സാഹിത്യ പാരമ്പര്യത്തെ ഇവിടെ നിലനിർത്തി ഈ സാഹിത്യ കേന്ദ്രങ്ങളിൽ കഥാപാത്രങ്ങളിലൂടെ ഈ പ്രശസ്തങ്ങളായ സാഹിത്യകൃതികൾക്ക്, വിശേഷിച്ച് നോവലുകൾക്ക് പശ്ചാത്തലമായിട്ടുള്ള പ്രദേശങ്ങളിലൂടെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുക, ആ പശ്ചാത്തലങ്ങളെ കേന്ദ്രമാക്കി ആ സാഹിത്യകൃതികളിലെ പശ്ചാത്തലത്തെ അതേപോലെ പുനഃസൃഷ്ടിക്കുന്ന ഒരു ഫീൽ ഉണ്ടാകുന്ന തരത്തിലുള്ള പുതിയ ഒരു ആദർശാത്മകവും അഭിനന്ദനവുമായ മാറുകയാണ്. എൻ്റെ റിയാസിനോട് ചോദിക്കാറുള്ള ആദ്യത്തെ ചോദ്യം, എന്താണ് സാഹിത്യ വിനോദസഞ്ചാരം എന്ന ആശയത്തിലൂടെ താങ്കളും താങ്കളുടെ വകുപ്പും ഉദ്ദേശിച്ചത്? ആദ്യമായി 2024 14 ദിവസം കഴിഞ്ഞുവെങ്കിലും ഇവിടെയുള്ള എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. വളരെ സന്തോഷകരമായ ഒരു വർഷമായി 2024 മാറും എന്ന് വിശ്വസിക്കുന്നു, ആശംസിക്കുന്നു. കേരളം എല്ലാവരെയും വിവിധ മേഖലകളിലുള്ള വിഷയങ്ങളെ കുറിച്ച് ഓരോരുത്തരുടെയും നിലപാട് നിർഭയം തുറന്നു പറയാൻ സാധ്യമാകുന്ന നിലയിലേക്കുള്ള ഒരു ചർച്ചാവേദിയായി, കൂട്ടായ്മയായി ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ഉത്തരവാദിത്വം മന്ത്രി എന്ന ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതിന് മുമ്പ്, കഴിഞ്ഞ വർഷം മന്ത്രി എന്നുള്ള നിലയിലൂടെ പങ്കെടുത്തിരുന്നു. അതിനു മുമ്പ് ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പങ്കെടുക്കുന്ന ഘട്ടത്തിൽ തന്നെ പരിപാടിയിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെ ആകാശത്തിന് താഴെയുള്ള ഏത് വിഷയവും ഓരോരുത്തരുടെയും നിലപാട് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള കേരളം പോലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കാൻ ഇന്ന് വിലക്കുകളില്ലാതെ സാധ്യമാകുന്ന നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനം കേരളമാണ് എന്നുള്ളത് ഒന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ടൂറിസത്തെ കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ടൂറിസം നാടിൻ്റെതാണ്, ജനങ്ങളുടേതാണ്. ജനങ്ങളാണ് ടൂറിസത്തിന്റെ സംഘാടകർ, ബ്രാൻഡ് അംബാസഡർ. ലോക രാജ്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ ആ രാജ്യങ്ങളിലെ ടൂറിസത്തിന്റെ വികാസത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളത് ആ നാട്ടിലെ ജനങ്ങളാണ്. നമ്മുടെ സംസ്ഥാനത്തെ എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയെ ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റ് ആക്കി മാറ്റാൻ സാധ്യമാകുന്ന ഒരു ഇടമാണ് കേരളം. കേരളത്തെ ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റ് ആക്കി നമുക്ക് യഥാർത്ഥത്തിൽ മാറ്റാനാകും. വൈവിധ്യമാർന്ന മേഖലകളിൽ ടൂറിസത്തിന്റെ അനന്ത സാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളം. ആ ഒരു അന്വേഷണത്തിലാണ്, പരിശോധനയാണ്. അതിന്റെ മറ്റു വശങ്ങളിലേക്ക് ഞാൻ കിടക്കാം. ആദ്യം ലിറ്റററി സർക്യൂട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം ഒരു അന്വേഷണത്തിലാണ് ലോകത്തെ ചില രാജ്യങ്ങളിൽ നാം ലിറ്റററി അതുപോലെ സാംസ്കാരിക ഇടപെടലുകളും സാംസ്കാരിക മേഖലയിലെ പ്രഗത്ഭ വ്യക്തിത്വങ്ങളുടെ ജീവിതവും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള സർക്യൂട്ടുകൾ രൂപം കൊടുത്തിട്ടുണ്ട്. പല വിദേശ രാജ്യങ്ങളെടുത്താലും നമുക്ക് കാണാനാണ്. എന്തുകൊണ്ട് കേരളത്തിൽ അങ്ങനെയൊന്നും ആയിക്കൂടാ? ഇതാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. ആ ചർച്ചയുടെ ഭാഗമായിട്ടാണ് 2021 ബഡ്ജറ്റിൽ, ഈ ഗവൺമെന്റ് വന്ന ഉടനെ തന്നെ ബഡ്ജറ്റിൽ, ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന ബഡ്ജറ്റിൽ ഒരു ലിറ്റററി സർക്യൂട്ട് പ്രഖ്യാപിക്കുന്നു. സാഹിത്യകാരന്മാരെ, അവരുടെ ജീവിതത്തെ ഒക്കെ അടയാളപ്പെടുത്തുകയും ചരിത്രമായി കോർത്തിണക്കുകയും അവിടെ സഞ്ചാരികൾക്കും
അവരെ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ തന്നെ വരുവാനും ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും ഒക്കെ സാധ്യമാകുന്ന നിലയിലേക്കുള്ള ഒരു സർക്യൂട്ട് മുന്നോട്ട് കൊണ്ടുവരിക എന്നതാണ് ഉദ്ദേശം. അതിനാദ്യം കേരളമാകെ എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതിൽ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാം, ഇപ്പോ നമ്മുടെ ബേപ്പൂർ സുൽത്താൻ എന്ന് നമുക്ക് ഒക്കെ പ്രിയമായി നിൽക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന് ഒരു കേന്ദ്രം ദീർഘകാലത്ത് നമ്മുടെയൊക്കെ ആഗ്രഹമാണ്. 2006 ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഒരു വലിയ ശ്രമം അതിനുവേണ്ടി നടത്തി. കോഴിക്കോട് നഗരസഭയും അതിനോട് ചേർന്ന് നിന്നു. പക്ഷെ ചില പ്രയാസങ്ങൾ വന്നു. പക്ഷെ ദീർഘകാലമായി എല്ലാവരും, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോ ലിറ്റററി സർക്യൂട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അദ്ദേഹം ജീവിച്ച ബേപ്പൂരിൽ ദീർഘകാലത്തെ നമ്മുടെ ആഗ്രഹമായ ഒരു കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നു. അതിന്റെ പ്രവർത്തനം ഏറെക്കുറെ പൂർത്തീകരിക്കാനായി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ലിറ്റററി സർക്യൂട്ടിന്റെ ഒരു പ്രധാന കേന്ദ്രമാണ്. ഇത് ഏക കേന്ദ്രമല്ല, പ്രധാന കേന്ദ്രങ്ങളിൽ ഒരു കേന്ദ്രമാണ്. കോഴിക്കോട് തന്നെ നിരവധി സാഹിത്യകാരന്മാരുണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് ഇപ്പൊ പറയേണ്ടതില്ല, നിങ്ങൾക്കറിയാം, സമയക്കുറവുമുണ്ട്. കോഴിക്കോട് നിരവധി പബ്ലിഷേഴ്സ് ഉണ്ട്, നിരവധി ലൈബ്രറികളുണ്ട്. ഒരുപാട് ലൈബ്രറികളും പബ്ലിഷേഴ്സുമുള്ള ഒരു നഗരമാണ് കോഴിക്കോട് നഗരം. ആ നിലയിലാണ് ഇപ്പൊ നഗരത്തിന് പല അംഗീകാരങ്ങൾ കിട്ടിയതിന്റെ ഏറ്റവും അവസാനം കിട്ടിയ ഒരു അംഗീകാരം. അവയൊക്കെ നമുക്ക് പുറത്തിറക്കാനാണ്. നേരെ തിരൂരിൽ, തുഞ്ചത്തെഴുത്തച്ഛന്റെ തിരൂരിലും അതുപോലെ തൃത്താലയിലും, അങ്ങനെ കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ല എന്നുള്ളതിലാണ് തുടങ്ങുന്നത്. അത് കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലേക്കും കേരളത്തിൽ തെക്കോട്ടേക്ക് പോകാനാണ് ഇപ്പൊ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ലിറ്റററി സർക്യൂട്ടായി ഇതിനെ മാറ്റുകയും ഇവ ആസ്വദിക്കാനും ഇവ അനുഭവിക്കുവാനും സാഹിത്യകാരന്മാരെ സ്മരിക്കുന്ന ഘട്ടങ്ങളിൽ, അവരുടെ കൃതികളൊക്കെ തന്നെ ഓർക്കുന്ന ഘട്ടങ്ങളിൽ ചരിത്രം നമ്മുടെ മുമ്പിൽ ഓടി എത്തുകയാണ്. ചരിത്ര അനുഭവങ്ങളെ കൂടി പുറത്തിറക്കാൻ അതിലൂടെ സാധിക്കും. അതിനൊരു തുടക്കമാണ് ഇപ്പോ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുമ്പോ പ്രവർത്തനം ആരംഭിച്ച ലിറ്റററി സർക്യൂട്ട്. ഇപ്പൊ മലബാറിനെ കേന്ദ്രമാക്കിയാണ് ഇത് തെക്കോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം തിരുവനന്തപുരം, സി വി രാമൻപിള്ളയുടെ 3 പ്രധാനപ്പെട്ട ചരിത്ര നോവലുകൾ തിരുവനന്തപുരം തെക്കോട്ടുള്ള പ്രദേശങ്ങളെയും കുറിച്ചുള്ള ചരിത്രമാണ്. അപ്പൊ അതിന്റെ കൊട്ടാരങ്ങളും കെട്ടിടങ്ങളും എല്ലാം ഇന്നും നിലനിൽക്കുന്നു. അപ്പൊ അങ്ങനെ സി വിയുടെ നോവലുകളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ലിറ്റററി സർക്യൂട്ട് ടൂറിസം തിരുവനന്തപുരത്ത് സാധ്യമല്ലേ? തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് സാധ്യമാണ്. തിരുവനന്തപുരം മാത്രമല്ല, ഇപ്പൊ തുടങ്ങിയത് മലബാറിലാണ്. 2 സർക്യൂട്ടുകളാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. ഒന്ന് ലിറ്റററി സർക്യൂട്ട് മലബാർ കേന്ദ്രീകരിച്ച് ആരംഭിക്കും. മറ്റൊന്ന് നമ്മള് അഷ്ടമുടിക്കാരെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ബയോഡൈവേഴ്സിറ്റി സർക്യൂട്ടായി. ഈ 2 സർക്യൂട്ടുകളൊന്നും കേരളത്തിന്റെ തെക്കേറ്റത്തും ഒന്ന് വടക്കേറ്റത്തും ആരംഭിക്കും. സാഹിത്യം എന്നുള്ള നിലയിൽ നമുക്ക് ഒരു ഭാഗത്തെ, ഒരു പ്രദേശത്ത് മാത്രം വെച്ചുകൊണ്ട് പോകാനായിട്ട് കേരളത്തിൽ പടർന്നു കിടക്കുന്നതാണ് നമ്മുടെ. ആ നിലയിൽ തന്നെ കേരളത്തിലാകെ, തിരുവനന്തപുരം ഉൾപ്പെടെ ആകെ ഈ ലിറ്റററി സർക്യൂട്ടിനെ വികസിപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിച്ചത്. അപ്പോ അധികം വൈകാതെ തന്നെ കുട്ടനാട് പ്രകടിയെ കേന്ദ്രീകരിച്ച് ഒരു കുട്ടനാട് സർക്യൂട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും. ഞാനിപ്പോ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായി ഒരു റൗണ്ട് ചർച്ച നടത്തി കഴിഞ്ഞു. അപ്പൊ ആദ്യം ഇത് പ്രഖ്യാപിച്ച ഘട്ടങ്ങൾ, ഇപ്പൊ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബേപ്പൂർ, അതുപോലെ തുഞ്ചത്തെഴുത്തച്ഛന്മാരെ, അതുപോലെ തന്നെ നേരെ നമ്മൾ കിടന്ന തൃത്താല, അവിടെയൊക്കെ ഇതൊക്കെ വെച്ചുകൊണ്ട് തുടങ്ങി. പിന്നീട് അടുത്ത ഘട്ടം എന്ന നിലയിൽ അങ്ങോട്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ പോകാനാണ്. സ്വാഭാവികമായിട്ടും ഈ സാഹിത്യ വിനോദ സഞ്ചാരങ്ങളിലൂടെ ഇരിക്കുന്ന സംശയമുണ്ടാകും. ഇപ്പൊ തന്നെ പല എഴുത്തുകാരുടെയും വീടുകളെ സ്മാരകമാക്കിയിട്ടുണ്ട്. അവിടെ അവരെഴുതിയ പുസ്തകങ്ങൾ, അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഇതെല്ലാം കാണും. പിന്നെ മ്യൂസിയങ്ങളാണ്. ഈ മ്യൂസിയങ്ങളുടെ ഒരു പ്രശ്നമാണ്, അവ ഡെഡ്, അത് സ്ഥിരമായി ഒരേ പ്രദർശന വസ്തുക്കളാണ്. അത് എന്തുകൊണ്ട് ലൈവ് മ്യൂസിയങ്ങൾ ഇതിന്റെ ഭാഗമായി സാധ്യമല്ല? ഞാൻ ഉദ്ദേശിച്ചിട്ടാണ്, ഇപ്പോ ബഷീറിന്റെ കഥാപാത്രങ്ങൾ, അതിൽ പരാമർശിക്കുന്ന ജീവിത രീതികൾ, ഇതെല്ലാം നമുക്ക് കാണാവും. ഇപ്പം ഇംഗ്ലണ്ടിൽ ചെന്ന ചെന്ന ഷേക്സ്പിയറിന്റെ കഥാപാത്രങ്ങളാണ്. ബ്രൗണ്ടി പാഴ്സണേജ് ചെന്നാൽ ബ്രൗണ്ടി സിസ്റ്റേഴ്സിന്റെ നോവലിലെ അന്തരീക്ഷവും കെട്ടിടങ്ങളും കടയുന്നത്. അങ്ങനെ ലൈവ് മ്യൂസിയംസ് കൂടി ഇതിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ലൈവ് മ്യൂസിയംസ് നമ്മൾ പരിഗണിക്കണം. പ്രത്യേകിച്ച് നമ്മളോട് സൂചിപ്പിച്ചതുപോലെ ലോകത്തെ ട്രെൻഡാണ്.
അപ്പൊ നമ്മളിപ്പോൾ തുടക്കം കുറിക്കുന്ന ഇടങ്ങളിലും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ നിലവിലുള്ള പല മ്യൂസിയങ്ങളും ഇപ്പോൾ പുരാവസ്തു വകുപ്പുമായി ബന്ധപ്പെട്ടാണ്, മറ്റു വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ്. സാംസ്കാരിക വകുപ്പ്, പുരാവസ്തു, അതുപോലെ മ്യൂസിയം, ഇതുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള മന്ത്രിമാരോട് തന്നെ ആദ്യ അളവ് ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ തന്നെ ഇവിടെ ലൈവ് മ്യൂസിയം, കഥാപാത്രങ്ങൾ സംസാരിക്കുന്നു. ബേപ്പൂർ അങ്ങനെയാണ് ആലോചിക്കുന്നത്. ബഷീറിന്റെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നു, പരിചയപ്പെടുത്തുന്നു. അപ്പൊ ആ കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ ആ കേന്ദ്രത്തിലെ വിവിധ ഇടങ്ങളിൽ വിവിധ കഥാപാത്രങ്ങൾ നമ്മളോട് സംസാരിക്കുന്നു, നമ്മളത് മനസ്സിലാക്കുന്നു. അതിന്റെ വല്ലാത്തൊരു അനുഭവം നമുക്ക് ഫീൽ ചെയ്യുന്ന നിലവിൽ അത് തന്നെയാണ്. ആ ഫീൽ ഉണ്ടാക്കാൻ പറ്റും. കേരളത്തിൽ അതിന് ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളെ ആ നിലയിൽ വികസിപ്പിക്കാൻ തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ പെർഫോമൻസിന് കൂടി പ്രാധാന്യം കൊടുക്കുന്ന തിയേറ്ററുകളും അതിന്റെ കൂടെ ഉണ്ടാക്കാവുന്നതല്ലേ ലൈവ് മ്യൂസിയം പോലെ. നമ്മളിപ്പോ സാംസ്കാരിക വകുപ്പുമായി നടത്തിയ ഒരു ചർച്ചയുണ്ട് തുടക്കത്തിൽ. ആ ചർച്ച ഒന്ന് വികസിപ്പിച്ചെടുക്കണം. അത് വികസിപ്പിച്ചെടുത്ത് ഇതുമായി പുറത്തേക്ക് പോകാൻ തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ ഈ സാഹിത്യ ടൂറിസം മാത്രമല്ല, കേരള ടൂറിസം ഏതാണ്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാവുന്ന എല്ലാ മേഖലകളും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തൊക്കെയായിരിക്കും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള പുതിയ സാധ്യതകൾ? നമ്മൾ വിളമ്പാവുന്ന എല്ലാം വിളമ്പി കഴിഞ്ഞിട്ടുണ്ട്. ചോദ്യം എനിക്ക് ഉത്തരമായി എല്ലാ സമയത്തും ഈ 2.5 വർഷത്തെ അനുഭവത്തിൽ മാറ്റിയിട്ടുള്ളത്, ഇനി ഇന്നും എന്റെ ഉത്തരത്തിന് കരുത്ത് നൽകുന്നത്, പിന്തുണ നൽകുന്നത് എന്റെ മുമ്പിൽ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. ഇത്തരം പരിപാടികളിൽ വരുന്ന നിർദ്ദേശങ്ങളാണ് പിന്നീട് പ്രായോഗികമായി നടപ്പിലാകുന്നത്, അല്ലാതെ വേറെ നിലയിലല്ല. നമ്മൾ എല്ലാ ആളുകളോടും സംസാരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ എടുക്കുക. ആ അഭിപ്രായങ്ങൾ എങ്ങനെയൊക്കെ നടപ്പിലാക്കാനാവും എന്നത് പരിശോധിക്കും. ഇപ്പോ ഈ ഗവൺമെന്റ് വന്ന സമയത്ത് കോവിഡ് അതിരൂക്ഷമായിരുന്നു. ഒന്ന് നമുക്ക് പരസ്പരം കാണാനും സംസാരിക്കാനും പറ്റാത്ത അവസ്ഥയിൽ മാസ്കും ഗ്ലൗസും ഒക്കെ ഇരുന്ന്. അപ്പൊ ടൂറിസം യഥാർത്ഥത്തിൽ മനുഷ്യൻ തമ്മിൽ അടുത്ത വീട്ടിൽ പോലും പോകാൻ വേണ്ടി പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോവുക എന്നുള്ളത് ആലോചിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ടൂറിസം മേഖല വെന്റിലേറ്ററിലായിരുന്നു ഒരു സംശയം. ആ സമയത്ത് ഒരുപാട് ചർച്ചകൾ, അഭിപ്രായങ്ങൾ ഒക്കെ തന്നെ കേൾക്കാൻ അതിൽ പ്രധാനമായിട്ടും വന്നിരുന്ന ഒരു കാര്യം സോഷ്യൽ മീഡിയയിലൂടെയും വ്യക്തിപരമായ സംഭാഷണത്തിലും ഒക്കെ തന്നെ വന്നിരുന്നു. ചില വിദേശ രാജ്യങ്ങളിൽ ഈ ദീപാലങ്കാരമാണ്. ആ പാലങ്ങളിലേക്ക് ആളുകൾ കൂട്ടായി കുടുംബമായി ഒക്കെ എത്തുന്നു. എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ ആയിക്കൂടാ എന്ന ഒരു നിർദ്ദേശം, അഭിപ്രായം വന്നു. ഞാനൊരു വിദേശ രാജ്യത്ത് ഫ്രാൻസിൽ പോയപ്പോ പാരീസിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരാഴ്ച മെസ്സേജ് എപ്പോഴും കൊടുക്കുന്നു, ഇന്ന സ്ഥലത്ത് പോകണം, അവിടെ ഒരു പാലം എന്തായാലും കാണണം. ഇന്ന് തൊഴിലിന്റെ സ്വഭാവത്തിന് ഒരു പ്രശ്നമുണ്ട്. നമുക്കൊരു ഒരു ഫ്രീ ആയ ഒരു സമയം എത്തുന്നത് ഒരു 7-8 മണി. നേരത്തെ ഒരു 5-6 മണിയാകുമ്പോൾ ഫ്രീ ആണ്. ഇപ്പൊ പരമാവധി കുടുംബമായിട്ട് പോവുകയാണെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പ് പോകുക, അല്ലെങ്കിൽ സെക്കൻഡ് ഷോപ്പ് സിനിമ. ഇന്ന് രാത്രി 8 മണി കഴിഞ്ഞ ആളുകൾക്ക് പുറത്തിറങ്ങണം, കുടുംബമായിട്ട് ഇറങ്ങണം, സുഹൃത്തുക്കളായിട്ട് ഇറങ്ങണം. അതിന് പോകാനുള്ള ഇടമില്ല, ആസ്വദിക്കാനുള്ള ഇടമില്ല. നൈറ്റ് ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. യഥാർത്ഥത്തിൽ പോകാനുള്ള ഒരു ഇടമില്ല. അപ്പൊ ഈ പാലങ്ങളൊക്കെ ഇങ്ങനെ ദീപാലങ്കൃതമായി അവിടെ പോയി ഒക്കെ ചെയ്യാം. ദീർഘകാലത്തെ നമ്മുടെയൊക്കെ സ്വപ്ന പദ്ധതിക്ക് ഇന്ന് തുടക്കം കുറിക്കുന്ന ദിവസം കൂടിയാണ്. കോഴിക്കോട് ഫറോക്ക് പഴയവാൾ ദീപാലങ്കൃതമാണ്. രാത്രി ഒരു 12 മണി വരെ ആ പാലം ലൈറ്റിങ്ങോട് കൂടി ഉണ്ടാവും. അതിന്റെ തൊട്ടടുത്തുള്ള ഒരു പാർക്ക് ഇപ്പോൾ ഒന്ന് പൊടിയൊക്കെ തട്ടി ഉഷാറാക്കിയിട്ടുണ്ട്. ആ പാർക്കിൽ ഇരിക്കാം, സെൽഫി എടുക്കാം, നിങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ പറ്റും. ഇത് ഒന്നല്ല, ഇങ്ങനെ നിരവധി നമുക്ക് തുടങ്ങാനാകണം. വിവിധ മേഖലകളിൽ നമുക്ക് കടക്കാൻ വേണ്ടി പറ്റണം. ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നത് ബീച്ചിനോട് ചേർന്നാണ്, നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത് ബീച്ച്. ഇന്ത്യയിൽ ബീച്ച് ടൂറിസത്തിന്റെ ഏറ്റവും സാധ്യതയുള്ള ഒരു ഇടം കേരളം. ഇത് നമുക്ക് എത്രത്തോളം ഉപയോഗിക്കാനായി. ബീച്ച് ടൂറിസത്തെ വികസിപ്പിക്കണമെങ്കിൽ നമ്മളിപ്പോ എന്താ ചെയ്യുക? ബീച്ചിൽ വരുന്നു, കാറ്റ് കൊടുക്കും,
തമാശ പറയും. ചിലർ ഒറ്റയ്ക്ക് വന്ന് മലർന്ന് കിടത്താണ്. നമുക്കൊക്കെ ജീവിതത്തിൽ അങ്ങനെ കിടന്നിട്ടുണ്ടാവും. അതൊരു വേറെ സുഖമാണ്. ചിലർ കൂട്ടായിട്ട് കിടക്കുന്നു. അങ്ങനെ ഒക്കെയാണ്. അതിന്റെ അപ്പുറത്ത് ബീച്ച് ടൂറിസത്തെ വികസിപ്പിക്കുക എങ്ങനെ? വിദേശ രാജ്യത്തൊക്കെ ഉള്ളത് പോലെ എങ്ങനെയാണ് ബീച്ച് ടൂറിസത്തെ നമുക്ക് വികസിപ്പിക്കുക? നമ്മൾ ചർച്ച ഒരുപാട് നടത്താറാണ്. അതിൽ പ്രധാനമാണ് വാട്ടർ സ്പോർട്സ്. നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നിലയിലേക്കുള്ള അഡ്വഞ്ചർ സ്പോർട്സ് കേരളത്തിന്റെ ബീച്ചുകളിൽ സാധ്യമാണ്. അത് വികസിപ്പിക്കുക. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളിൽ തുടങ്ങി, ജെറ്റ് സ്കീയിങ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. ഞാനിപ്പോ വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇനോഗ്രേഷൻ പോയപ്പോൾ അവർ നിർബന്ധിച്ചു പോകുന്ന പരീക്ഷിച്ചു നോക്കി. മനോഹരമാണ്. ഇങ്ങനെയുള്ള നിരവധി വാട്ടർ സ്പോർട്സുകൾ അതിനെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയണം. പിന്നെ മലയോര മേഖലയിലെ ഇപ്പൊ ഗ്ലാസ് ബ്രിഡ്ജ്, വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ്, അതിന്റെ ഉദ്ഘാടനം ഞങ്ങളൊക്കെ നടന്നു. എന്റെ കൂടെ വന്നയാള് കുറച്ച് പേടിയുള്ള ആളായി. ഞാൻ നോക്കുമ്പോൾ വരച്ച കൈയാണ് അദ്ദേഹത്തിന്റെ കൈ. അവിടെ താഴോട്ട് പോകുമ്പോൾ ഞാൻ എന്റെ തോളിൽ വന്ന് ഇങ്ങനെ ഇടയ്ക്കാണ്. ആളെ പേര് ഞാൻ പറയുന്നില്ല. അപ്പം തോളിൽ ഇങ്ങനെ ഒരു വൈബറായി. പക്ഷെ അദ്ദേഹം തന്നെ പിന്നീട് ഫാമിലിയിലേക്ക് പോയി എന്നാണ് മനസ്സിലായി. ഇങ്ങനെയുള്ള അഡ്വഞ്ചർ ആയിട്ടുള്ള ഐറ്റംസ് ആണ് യൂത്തിന് ഏറ്റവും ഇഷ്ടം ഐറ്റംസ് ആണ്. അപ്പൊ അത് എത്രത്തോളം പറ്റും എന്നുള്ളത് നമ്മൾ ആലോചിച്ച് അത് പരീക്ഷണം എന്നുള്ളതിൽ കൊണ്ടുവരും. വെളിച്ചം വിതറുന്ന പാലങ്ങൾ വരികയാണ്. അപ്പൊ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ നാട് നേരിടുന്നില്ല. ഈ ഓപ്പൺ സ്പേസ്, തുറന്ന സ്ഥലങ്ങളില്ലാതാവും. മൈതാനങ്ങളില്ല. ഇപ്പൊ സ്കൂൾ മൈതാനങ്ങൾ, സ്കൂളിലൊക്കെ പുതിയ കെട്ടിടം വരുന്ന പലതും സ്കൂൾ ഗ്രൗണ്ടുകളിലെ കെട്ടിടം വയ്ക്കുന്നു. വേറെ സ്ഥലമില്ല. അപ്പൊ ഈ ഓപ്പൺ സ്പേസ് അതിവേഗം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഈ നമ്മുടെ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് തന്നെ ഓപ്പൺ സ്പേസസിൽ ടൂറിസം കൂടി വേണ്ടേ? കൂടുതൽ ഓപ്പൺ സ്പേസുകൾ നിർമ്മിക്കുക, ആളുകൾക്ക് ഒത്തുചേരാവുന്ന തുറന്ന സ്ഥലങ്ങളും നമുക്ക് ആവശ്യമില്ല. പാർക്കുകളൊന്നും അല്ലാതെ നാട് വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ചോദ്യമായി വരുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു പ്രശ്നം തിക്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ആണ്. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ സ്റ്റേറ്റ് ആവറേജ് 886 മനുഷ്യർ ജീവിക്കുന്നുണ്ട് ഒരു സ്ക്വയർ കിലോമീറ്റർ. ദേശീയ ശരാശരി 340 മറ്റുമാണ്. അതായത് ദേശീയ ശരാശരിയുടെ ഏറെക്കുറെ 3 ഇരട്ടി. അപ്പൊ ഓപ്പൺ സ്പേസ് കുറഞ്ഞു വരുന്നു, കളിക്കളങ്ങൾ ഇല്ലാതായി വരുന്നു. അതിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടും, ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ നേരിടും. ഓപ്പൺ സ്പേസ് നിർബന്ധമായിട്ട് വേണം. ഓപ്പൺ സ്പേസിനെ പരമാവധി നമ്മൾ ഉണ്ടാക്കാൻ ഇടപെടണം. അപ്പൊ ഇവിടെ ആ നിലയിലായി മാറും. ഞാനീ പറഞ്ഞ പാലത്തിനോട് ചേർന്ന് കോഴിക്കോട് കോർപ്പറേഷൻ ഒരു പാർക്ക് ഉണ്ട്. ആ പാർക്ക് കോർപ്പറേഷന് ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് തന്നു. ടൂറിസം വകുപ്പ് അത് കംപ്ലീറ്റ് നവീകരിച്ചു. അവിടെ ഒരു ചെറിയ സ്റ്റേജ് ഇട്ടിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും വേണമെങ്കിലും അവതരിപ്പിക്കാം. ആ നിലയിലേക്ക് അവിടെ മാറും. ഈ ലൈറ്റിങ്ങിനെ താഴത്ത് വരുന്നു. കേരളത്തിലെ പാലങ്ങളുടെ അടിയിലുള്ള സ്ഥലം ഒന്നിലെ ആളുകൾ വെറുതെ ചുരുകൂടി കിടക്കും. ഡൽഹിയിലൊക്കെ പോയാൽ അവിടെ ആളുകൾ താമസിക്കുന്നുണ്ടാകും. പലയിടത്തും കാട് വെച്ച് കിടക്കുന്നു. അപ്പൊ പാലങ്ങൾക്കടിയിലുള്ള സ്ഥലങ്ങൾ ഉപയോഗപ്പെടുത്താൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് ഡിസൈൻ പോളിസി നടപ്പിലാക്കുന്നതിലൂടെ പൊതുവെ നോക്കിക്കാണുന്നത്. ഇതുപോലുള്ള സ്ഥലങ്ങളെ കളിക്കളങ്ങൾക്കും കലാ അവതരണങ്ങൾക്കും ഒക്കെ മാറ്റി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രിഡ്ജ് അണ്ടർ സ്പേസ് യൂട്ടിലൈസേഷൻ പദ്ധതി വരുന്നു. അതിന്റെ ഉദ്ഘാടനം കൊല്ലത്ത് അധികം വൈകാതെ നടക്കും. കേരളത്തിലെ പാലങ്ങൾക്കടിയിലുള്ള സ്ഥലങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമമാണ് ഒരു ഭാഗത്ത് നടത്തുന്നത്. രണ്ടാമത്തത്, നമ്മൾ നേരിടുന്ന ഓപ്പൺ സ്പേസ് പോലെ തന്നെയുള്ള ഒരു പ്രശ്നം ദീർഘദൂര യാത്രക്കാർക്ക് ഒന്ന് റോഡ് മാർഗം പോകുന്നവർക്ക് ഒന്ന് ബാത്റൂം പോകാനാണ്. അതല്ലെങ്കിൽ ഒന്ന് സമയം ഒരിത്തിരി റിലാക്സേഷൻ ഇരിക്കാനുള്ള സ്ഥലങ്ങളില്ല. കോവിഡിനൊക്കെ ഏറ്റവും അധികം സ്ത്രീകളും കുട്ടികളും ബുദ്ധിമുട്ടിയ ഒരു പ്രശ്നമാണ്. പെട്രോൾ ബങ്കിനെയാണ് ആശ്രയിക്കുക. പെട്രോൾ ബങ്കിന് പെട്രോൾ ഡീസൽ അടിക്കാൻ മാത്രമല്ല ആശ്രയിക്കുന്നത്, ഇതിനു വേണ്ടി ആശ്രയിക്കും. ഇത് മാറ്റി തീർക്കാൻ പൊതുവെ ഇപ്പോ ആലോചിച്ചത് പ്രകാരം പൊതുമരാമത്ത് വകുപ്പിന്റെ കേരളത്തിലെ പല സ്ഥലങ്ങൾ ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവയെ മുഴുവൻ സർവേ ചെയ്ത് എടുത്തിട്ടുണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഇതുപോലെ ഇത്തരം സൗകര്യങ്ങളില്ല എന്നുള്ള വിമർശനം ന്യായമാണ്. ഇതിന്റെ ഭാഗമായി 100-ലധികം കംഫർട്ട് സ്റ്റേഷനുകൾ 2024-25 വർഷത്തിൽ കേരളത്തിൽ വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് ഇവിടെ അറിയിക്കുന്നതാണ്. ഇത് നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്താം. ഓപ്പൺ സ്പേസുകളുടെ എണ്ണം പരമാവധി വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് പൊതുവെ നടത്തുന്നത്. ഓപ്പൺ സ്പേസും
ഈ ഒരു പുതിയ ആശയം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ കൂടി നമുക്ക് കാര്യം കൂടി ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം, നമ്മുടെ ചെറുപ്പക്കാർ ഒത്തുചേരുകയും കലാവിഷ്കാരങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന തിരുവനന്തപുരത്തെ നഗരമധ്യത്തിൽ തന്നെ നമുക്ക് മാനവീയം വീതിയുണ്ട്. നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലെങ്കിലും മാനവീയ വീതികൾ, പേരുകൾ വരെയാവാം, അത്തരം മാനവീയ വേദികൾ നമ്മുടെ യൂത്തിൽ അവർക്ക് ചെറിയ പാട്ട് നടത്താനോ അവരുടെ ലോക്കൽ ബാൻഡ് പെർഫോം ചെയ്യാനോ സെക്യൂരിറ്റി ഒക്കെ വേണം. ഈ മറ്റ് സെക്യൂരിറ്റികൾക്ക് പല പ്രശ്നങ്ങൾ ഇപ്പോൾ പോലീസ് സെക്യൂരിറ്റി ഉണ്ട്. അതുപോലുള്ള കോഴിക്കോട് പോലൊരു സ്ഥലത്തോ കണ്ണൂരിലൊക്കെ ഉണ്ടെങ്കിൽ ചെറുപ്പക്കാരുടെ പലതരം ആവിഷ്കാരങ്ങൾക്ക് അതൊരു അവസരമാകും. ഇത് കേരളത്തിൽ മുഴുവൻ മാനവീയ വേദികൾ നിർമ്മിച്ചുകൂടെ? അങ്ങയുടെ ജീവിതമായിട്ട് ചേർന്ന് കിടക്കുന്ന വിവരത്തിലൊക്കെ നഗരം എന്നുള്ളതുകൊണ്ട് മാനവീയ വീതി പ്രത്യേകം എടുത്തുവാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മാനവീയ വീതി ഒരു ട്രെൻഡാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളെപ്പോഴും മൈക്രോ മൈനോറിറ്റി ഇഷ്യൂയെ പറ്റി അവിടെ എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഉന്തോ തള്ളോ സംഘടന ഉണ്ടായാൽ ആകെ കുഴപ്പതാണ് എന്ന് പറയുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട്. ഈ മാനവീയ വീതി തന്നെ എടുത്ത് പരിശോധിച്ചാൽ സ്മാർട്ട് സിറ്റി റോഡ് പദ്ധതിയുടെ ഭാഗമായി ഇതിന്റെ ഭാഗമായി KRFB ആണ് റോഡ് പ്രവർത്തനം നടത്തിയത്. ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നു. വിവിധ വകുപ്പുകളെ ഏൽപ്പിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെയൊരു കൺസെപ്റ്റ്. മറ്റു നഗരങ്ങളിലും ഇതിന്റെ ശ്രമം ഉണ്ടായിരുന്നു. അത് പരിപൂർണമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. മാനവീയ വീതി ഒരു ട്രെൻഡായി ആളുകളുടെ വലിയ നിലയിൽ അതിനെ എൻജോയ് ചെയ്യുക. വിവിധ ടീമുകൾ വരുന്നു, അവരുടെ കേന്ദ്രമായി മാറുന്നു. ഇങ്ങനെയൊക്കെ മാനവീയ വീതി മാറും. അപ്പോഴാണ് ഈ ഒന്ന് രണ്ട് ഇഷ്യൂസ് വെച്ചുകൊണ്ട് ഇതാകുമ്പോൾ ചിത്രീകരിക്കുന്നത്. ആ ഇഷ്യൂ ആ നിലയിൽ തന്നെ കാണുക. ഇവിടെ ആളുകൾക്ക് രാത്രിയും മറ്റും ഒത്തുകൂടാൻ, സംസാരിക്കാൻ, പാട്ടുപാടാൻ, സന്തോഷിക്കാൻ, ദുഃഖം പങ്കുവെക്കാൻ, കൂട്ടായി ഇരിക്കാനും ഒക്കെയുള്ള സ്ഥലങ്ങൾ വേണ്ടത്. ഇതിലൊരു തർക്കമില്ല. അതിന് എന്തൊക്കെ നിലയിലുള്ള പ്രചരണം അതിനെതിരെ ആരൊക്കെ നടത്താൻ നിശ്ചയിച്ചാലും എടുത്ത തീരുമാനം നടപ്പിലാക്കി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ളത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത്തരം കേന്ദ്രങ്ങൾ വേണം. അത്തരം കേന്ദ്രങ്ങൾ വേണമെന്ന് പറയുമ്പോൾ അത് ഇത്തരത്തിലുള്ള ഒത്തുകൂടലിനും പോസിറ്റീവ് എനർജി സൃഷ്ടിക്കുന്നതിനുമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾ 80കളിലോ 90കളിലോ അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒരു 5 വർഷം പിറകോട്ട് പോയാലുള്ള ഒരു കാലഘട്ടത്തിലാണ് തൊഴിലിന്റെ സ്വഭാവത്തിലെ മാറ്റം. ഇപ്പൊ IT രംഗത്ത് ജോലി ചെയ്യുന്നത്, മറ്റു മേഖലയിൽ ജോലി ചെയ്യുന്നത്, വിദ്യാർത്ഥികൾ, പുതുതലമുറ എപ്പോഴാ ഫ്രീ ആവുന്ന ഒരു സമയം? ഒരു 7 മണി 8 മണിയാണ്. വീട്ടിലേക്ക് എത്തിയാൽ കുടുംബയിൽ പുറത്തിറങ്ങണം. ഒന്ന് പോയി ഇരിക്കാൻ എത്ര ഇടമുണ്ട്? പ്രശ്നമല്ലേ? പുതിയ തലമുറക്ക് ഒന്ന് പോയി ഇരിക്കാൻ എത്ര ഇടമുണ്ട്? ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതുപോലുള്ള മാനവീയ രീതി പോലുള്ള സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്താനാകണം. അതിൻ്റെ ഒരു തുടക്കം തന്നെയാണ് ഇപ്പോൾ ഈ ഫറൂഖ് പഴയ കാലത്തിന്റെ ദീപാലങ്കൃത പദ്ധതി. അതിന്റെ തൊട്ടടുത്തുള്ള പാർക്ക്. നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട, ഇത് 14-ാം തീയതിയാണ്. നാളെ മുതൽ കോഴിക്കോട് ജില്ലയും മലപ്പുറം ജില്ലയും മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ വരാനും ഇരിക്കാനും ആസ്വദിക്കാനും ഉള്ള ഒരു ഇടമായി ആ പാലം മാറിയിരിക്കും. അതൊരു സംശയം വേണ്ടതില്ല. ഞാനത് പറയാൻ കാരണം ഇന്നലെ മിനിഞ്ഞാന്നും അവിടെ ട്രയൽ റണ്ണിങ് നടത്തിയിരുന്നു. രാത്രി 12 മണി വരെ അവിടെ ആകാം. 12 മണി വരെ. എന്നെ 11:30 മണിക്കാണ് ഇന്നലെ ഒരാൾ വിളിച്ചത് രാത്രി. എന്നിട്ട് അദ്ദേഹം വാട്സപ്പിൽ കാണിച്ചു വേണം അവിടെ വന്ന ആളുകൾ. അപ്പൊ ഇത് ആളുകളെ ആഗ്രഹിക്കുന്നു. അപ്പൊ അത് നമുക്ക് നടപ്പിലാക്കണം. ഇടങ്ങൾ വേണം. മാനവീയ വീതികൾ കേരളമാകെ പടരണം. ഇരിപ്പിടങ്ങൾ, ആളുകൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങൾ കേരളത്തിലാകെ ഉണ്ടാകണം. കലാകാരന്മാർക്ക് അവരുടെ കലാ പ്രകടനങ്ങൾ നടത്താൻ ഇടം വേണം. അതിന് സൗകര്യങ്ങൾ വേണം. തിരുവനന്തപുരം കനകക്കുന്നിനെ അങ്ങനെ മാറ്റി തീർക്കാൻ ആലോചിക്കുന്ന വിവരവും ഇവിടെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോഴിക്കോട് എവിടെയൊക്കെ പറ്റും, നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ സ്വീകരിച്ച് നമുക്ക് പറ്റും. കേരളത്തിൽ എവിടെയൊക്കെ ഏതൊക്കെ കേന്ദ്രങ്ങളിൽ പറ്റുന്നുവോ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള ഒത്തുചേരലുകൾക്കുള്ള ഇടത്തെ സൃഷ്ടിക്കാൻ ജനസാന്ദ്രത നിറഞ്ഞ ഒരു സംസ്ഥാനം എന്നുള്ള പരിമിതി ഉണ്ടെങ്കിലും ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് ഇടപെടാം എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. ലിറ്ററേച്ചർ ടൂറിസത്തെ കുറിച്ച് ചോദ്യത്തോടെയാണ് ഞാൻ കേസുകൊണ്ട് സംഭാഷണം തുടങ്ങിയത്. ആ ചോദ്യം എന്തൊക്കെയാണ് ലിറ്ററേച്ചർ ടൂറിസത്തിന്
ടൂറിസം വകുപ്പിനും പലർക്കുള്ള പദ്ധതികളാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ എല്ലാ പദ്ധതികളും നമ്മളോട് വെളിപ്പെടുത്തിയില്ല. പക്ഷെ പകരം മറ്റൊരു ആശയം ആണ് മുന്നോട്ട് വെച്ചത്. അത് ഞാൻ ജനങ്ങളിൽ നിന്നാണ് ആശയങ്ങൾ സ്വീകരിക്കുന്നത്. അത് പീപ്പിൾസ് ടൂറിസം എന്ന് പറഞ്ഞൊരു പുതിയ ആശയമാണ്. അങ്ങനെ ഒരു ജനകീയ വിനോദസഞ്ചാരത്തെ ജനങ്ങളിൽ നിന്ന് ആശയം, ജനങ്ങളുടെ പാർട്ടിസിപ്പേറ്ററി ടൂറിസം എന്ന് പറഞ്ഞ പുതിയൊരു ആശയം അവതരിപ്പിച്ചത് നമ്മുടെ മന്ത്രിയോട് ഞാൻ ഇനി കൂടുതൽ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് അത്തരം ആശയങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിവുള്ളവരായ നിങ്ങളാണ് അദ്ദേഹത്തോട് ഇനി സംസാരിക്കേണ്ടത്. ദയവായി അതില് എനിക്ക് തരുന്ന സമയത്തിന് കുറച്ചുകൂടി അധികം സമയം കൂടി അവർക്ക് കൊടുത്തേക്ക്. സാധാരണ 10 മിനിറ്റാണ് ഇത്. മന്ത്രിയുടെ 3 മിനിറ്റ് ഞാൻ 4 മിനിറ്റ് മോഷിച്ചിട്ടുണ്ട്. 20 മിനിറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയപ്പോൾ 10 മിനിറ്റ് വൈകിയല്ലോ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൽ ഒരുപാട് പേർ ആശയങ്ങൾ നിവേദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് അന്യന്റെ സമയം അപഹരിക്കുക ഒരു മോശപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലാക്കി ഏറ്റവും ചുരുക്കി മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കാവൂ. ദയവായി ചുരുക്കി ചോദിക്കണം. ചുരുക്കി ചോദിക്കുമ്പോഴേ അദ്ദേഹത്തിന് കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും, മറ്റുള്ളവർക്ക് അവസരങ്ങൾ കൊടുക്കണം. മൈക്ക് നമസ്കാരം. സാറത്തോട് അവതരിപ്പിച്ച ഈ ഡിഗ്രി സർക്യൂട്ട് വളരെ നല്ല ആശയമാണ്. പക്ഷെ ഇങ്ങനെ നമ്മൾ കണ്ടെത്തുന്ന കേന്ദ്രങ്ങളെ സംരക്ഷിക്കാൻ കൂടി ഒരു പ്രധാന സംഗതിയാണ്. ഞാനത് പറയാൻ ഈ നവംബർ മാസത്തിൽ ഞങ്ങൾ കുറച്ചുപേർ കൂടി ഏകദേശം ഇതേപോലെ ഒരു യാത്ര പോയി പാലക്കാടിലേക്ക്. അപ്പൊ ആദ്യം ചെന്നത് വെള്ളിക്കുറിച്ചോണ്ടാണ്. ഇപ്പോ അവതാരകൻ പറഞ്ഞ പോലെ ഒരു ലൈവ് ഷോട്ടുള്ള ഒരു സാഹചര്യമുള്ള സ്ഥലം. അങ്ങനെ കുഞ്ഞന്മാരുടെ വീടാണ്. ഇവിടെ പറഞ്ഞ പോലെ തുള്ളവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ. പക്ഷെ ആ അദ്ദേഹത്തിന്റെ തറവാടിന്റെ അവസ്ഥ തന്നെ വളരെ ശ്രദ്ധയും. വീട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഇനി വരുമ്പോൾ ചിലപ്പോൾ ഒന്നാമതായി ഇനി കാണാൻ വേണ്ടി നമുക്കറിയാം. അതാണ് അവിടുത്തെ അവസ്ഥ. അതുപോലെ അതിന്റെ അടുത്ത് വീക്കെൻഡ്സ് ഒരു സാധാരണ ഒരു ആചാരം മാത്രമാണ്. അതുപോലെ ചെമ്പയുടെ ഈ യാത്രകളിൽ തന്നെ ചെമ്പയുടെ ചന്ദ്രഗ്രാമത്തിൽ പോയി ചെമ്പയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലം കൂട്ടിയിട്ടില്ല. നമ്മൾ പലരോടും വീട്ടിൽ തുറന്നിരുന്നില്ല. പക്ഷെ തൊട്ടുള്ള ചെമ്പയുടെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മകൻ ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം നമുക്ക് തുറന്നാണ് വീടും കാര്യങ്ങളൊക്കെ കാണാനുള്ള അവസരം തന്നു. അതുപോലെ തസ്രായിൽ പോയപ്പോ ഒരു പ്രതിഷേധമാണ്. കാരണം തൊട്ടു പുറകില് വയൽ നികത്തിയിട്ട് ഈ തസ്രാക്കിന്റെ ഭാഗമായിട്ട് എന്തോ നിർമ്മിതി നടത്തുന്നുണ്ട്. അതുകൊണ്ട് അത് തൽക്കാലം നിർത്തിവെച്ചിരിക്കാൻ പറ്റുന്നത്. വയൽ നികത്തിക്കൊണ്ട് സൂപ്പിന്റെ കയ്യിലാണോ ഈ പ്രാദേശിക കയ്യിലാണോ എനിക്കറിയാം. അപ്പൊ ഈ വക കാര്യങ്ങൾ കൂടി നമ്മൾ ഫോളോ അപ്പ് കൂടി നടത്തിയില്ലെങ്കിൽ ഒരു വഴി ഇങ്ങനെ ഉണ്ടാക്കി പോകും. പുറകെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അതൊന്നും പരിശോധിക്കാൻ നന്നായിരിക്കുന്നതാണ് അഭിപ്രായം. അപ്പൊ മന്ത്രി നോട്ട് എടുക്കുന്നുണ്ട്. ഒരുമിച്ച് ഉത്തരം പറയണം അദ്ദേഹം പറയുന്നത്. മറ്റു ചോദ്യങ്ങൾ കുറച്ചുകൂടി ഒരു ചുരുക്കി മാതൃക കാണിക്കാവുന്നതാണ്. നമസ്കാരം. ഒരു ചുരുങ്ങിയ സമയമുള്ളൂ. അപ്പൊ ഒരു ചെറിയ അനുഭവം പങ്കുവെച്ചുകൊണ്ട് എനിക്ക് ഉണ്ടാകുന്ന അനുഭവം പങ്കുവെച്ച് തുടങ്ങാം. കേരളീയ പരിപാടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് വന്നു. ലാസ്റ്റ് ദിവസം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് മാനവീയ രീതി കാണുമ്പോഴൊരു ആഗ്രഹത്തിൽ നടന്നിട്ടാണ് പോകുന്നത്. നല്ല ബ്ലോക്കാണ്. അപ്പോ വണ്ടികളൊന്നും പോണില്ല. അപ്പൊ നടന്നങ്ങനെ പോകുന്ന വഴിക്ക് വഴി അറിയില്ല. തൃശ്ശൂരിൽ നിന്നാണ് പോണത്. അപ്പൊ ചെന്നിട്ട് ചോദിച്ച ഒരാൾ ഒരു 10-45 വയസ്സുള്ള ഒരു വ്യക്തിയോട് ഞങ്ങൾ ചോദിക്കാണ്ട് മാനവീയ രീതിയിലേക്ക് പോണ വഴി ഏതാണെന്ന് ചോദിക്കുമ്പോ ആളിങ്ങനെ വഴി പറഞ്ഞു തന്നിട്ട് പെട്ടെന്ന് അവസാനം പറയുന്നൊരു ഡയലോഗ്, നിങ്ങൾ ചെല്ലുമ്പോ റൈറ്റ് സൈഡിലായിട്ടൊരു ടേണിംഗ് കാണും. ആ ടേണിംഗിൽ അലമ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് ആ വഴി എന്നുള്ളത്. അതാണ് മാനവീയ രീതി. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോ അവിടുത്തെ റോളുകളിലൊക്കെ ചെയ്തിട്ടുള്ള ആർട്ട് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു സാധനമാണ്. അതുപോലെ തന്നെ വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ് ആണെങ്കിലും ഇപ്പോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളാണെങ്കിലും ഒക്കെ വരുന്ന അതിനൊക്കെ വരുന്ന ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. 120 രൂപ കൊടുത്തിട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അല്ലെങ്കിൽ 250 രൂപ കൊടുത്തിട്ട് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി കാണാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങള് ഇന്ന പോലെ തന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ചോദ്യം, ഇത്തരം ഒരു സ്പ്രെഡ് ഓഫ് നെഗറ്റിവിറ്റി എത്രത്തോളം ടൂറിസം മേഖലയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ ചോദ്യം. കഴിഞ്ഞ സമീപ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ യാത്ര ചെയ്യുന്ന വ്യക്തികൾക്ക് ഏറ്റവും പ്രയോജനമായിട്ടുള്ള രീതിയിൽ നമ്മുടെ PWD റെസ്റ്റ് ഹൗസുകൾ ജനങ്ങളിൽ
തുറന്നു കൊടുക്കുകയും അത് നമ്മളെപ്പോലത്തെ ആളുകൾക്ക് കുറഞ്ഞ ചെലവിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി തന്നെ കേരളത്തിന്റെ ടൂറിസം വകുപ്പ് മന്ത്രിയോട് ഹൃദയത്തിൽ നിന്ന് നല്ലൊരു നന്ദി രേഖപ്പെടുത്താൻ അവസരത്തിന് ഉപയോഗിക്കുന്നു. മന്ത്രിക്ക് ചെറിയ പുതിയ ആശയങ്ങൾ കൂടി നിർദ്ദേശിച്ചാൽ നന്നായിരിക്കും. കാരണം അദ്ദേഹം അത് നടപ്പിലാക്കാൻ സാധ്യതയുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി ഗ്ലാസ് ബ്രിഡ്ജിനെ കുറിച്ച് സംസാരിച്ചതോടുകൂടി ഞാൻ പോയിന്റ് സംസാരിച്ചത് വയനാട്ടിലെ 900 കണ്ടിയിൽ ഞാൻ പോയി. അവിടെ 4 കിലോമീറ്റർ ദൂരം ചെങ്കൂത്തായ പ്രദേശത്ത് PWDയുടെ റോഡിൽ വെറും പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ആ വഴിയിലൂടെ ആ പ്രദേശത്തുള്ള ജീവിത വഴിക്കുന്നവർ മാത്രമാണ് അവിടെ മുന്നോട്ട് കൊണ്ടുപോയ വാഹനം അങ്ങോട്ട് കടത്തിവിടും. അപ്പോൾ ഇത് എല്ലാവരുടെ പ്രവാഹത്തിലും റോഡാക്കി ആ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകാൻ സൗകര്യം തിരിക്കണമെന്ന് തീർച്ചയായും ഇവിടെ ആ സ്ഥലപ്പേര് ഒന്നുകൂടെ പറയാമോ? 900 കണ്ടി ഇല്ല, 900 കണ്ടി 900 അല്ലേ? ആ 900 കണ്ടിയല്ലേ? അതെ. മറ്റൊന്ന് ഇപ്പൊ ബ്രിഡ്ജിന്റെ അടിയിൽ കൺവെർഷൻ സ്റ്റേഷൻ ഉണ്ടാക്കുക ഒരു പുതിയ ആശയമാണ്. നമ്മുടെ പുഴയോരങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. പിന്നീട് ഈ പുഴയിലുണ്ടാകുന്ന മാലിന്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ടി ഒരു കാര്യങ്ങൾ പറഞ്ഞു. ഫ്ലൈ ഓവറുകളുടെ മേൽപ്പാലങ്ങളുടെ ചുമന്ന സ്ഥലമാണ് കൃഷി ഉദ്ദേശിച്ചത്. പുഴയോരല്ല, അനന്തര സാഹചര്യം അത് വേറെ ഈ നിയമത്തിലല്ല. വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ, പുതിയ ആശയങ്ങൾ? നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ രാധിക. ഞാൻ ഉദ്ദേശിച്ച കാര്യം, ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും കേരളത്തിനകത്തും പുറത്തും വിദേശത്തോട് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ പോകുമ്പോൾ ഇപ്പൊ പലരും പറഞ്ഞു അവിടെ ജോലിയുമായി കിടക്കുന്ന ചെമ്പയുടെ വീടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അവിടെ നമുക്ക് കുറച്ച് ക്യൂറിയസ് ഉണ്ടാക്കാം, കുറച്ച് ക്യൂറിയസ് സാധനങ്ങൾ. ചെമ്പയുടെ മുഖം വെച്ചിട്ടുള്ള കീ ചെയിനുകൾ, നമ്മുടെ ചുറ്റി പറ്റിക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ബാഗുകള്. അപ്പൊ കുറച്ചൊക്കെ ഓരോ എഴുത്തുകാരെയും സ്പോട്ട് ചെയ്തിട്ട് അതത് പ്രദേശത്തുള്ള എഴുത്തുകാരെ നമുക്ക് പറ്റുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള ക്യൂറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അത് ഉണ്ടാക്കി കഴിഞ്ഞ് അത് ചെറിയ തുകയ്ക്ക് വിൽക്കാൻ തന്നെ നമുക്ക് ഈ പറഞ്ഞ അവിടെ പോകുമ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് പൈസ വാങ്ങിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇതൊരു പക്ഷേ നമുക്ക് ചെറിയ റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഈ പറഞ്ഞ പോലെ അവിടുത്തെ ശോചനീയമായ അവസ്ഥ പരിഹരിക്കുന്നതിന് ചെറിയ രീതിയിൽ നമുക്ക് സഹായിക്കാൻ പറ്റും. നമ്മളൊക്കെ പോകുമ്പോൾ ആഗ്രഹിക്കാറുണ്ട് പലപ്പോഴും. ഞാൻ തുഷാരഗിരി ഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പൊ നമ്മളവിടെ തുഷാരഗിരി ഇക്കോ ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണിക്ക് ടിക്കറ്റ് ക്ലോസ് ചെയ്താൽ 6 മണി 7 മണി മാക്സിമം അത്രയും സമയം അവിടെ ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കുന്നില്ല, കാരണം ആളുകളൊക്കെ പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ആ ഏരിയയിലുള്ള ആളുകൾക്ക് അവർക്ക് നൈറ്റ് ലൈഫ് വേണം. അവിടെ അരിപ്പാറുണ്ട്, നാരകത്തോടുണ്ട്, ഇതൊക്കെ DTPCയുടെ കീഴിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. അപ്പൊ അവിടെയുള്ള ആളുകൾ നൈറ്റ് ലൈഫ് ആശ്രയിക്കുന്നത് അവിടുന്ന് കിലോമീറ്ററുകളോളം ഈ ബീച്ചിലും ഇവിടെ വന്നിരുന്നിട്ടാണ്. അപ്പൊ സാറ് നേരത്തെ നൈറ്റ് ലൈഫ് കൂടുതൽ വ്യാപിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ തുഷാരഗിരി പോലെയുള്ള സ്ഥലങ്ങളൊക്കെ 7 മണിക്ക് ശേഷം വെറുതെ കിടക്കുകയാണ്, അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു ആർച്ച് ഭാഗമാണ് തുഷാരഗിരി പാലം. ആ പാലം 2-3 ലൈറ്റ് മാത്രം കത്തി വെറുതെ കിടക്കുന്ന ഒരു സാഹചര്യം. എന്തുകൊണ്ട് അവിടെയുള്ള ആളുകൾക്ക് ആ തുഷാരഗിരി അല്ലെങ്കിൽ ആ ഒരു ഏരിയ ചുറ്റിപ്പറ്റി മലയോര ഭാഗത്ത് ജീവിക്കുന്ന ആളുകൾക്ക് തുഷാരഗിരി പോലെയുള്ള അരിപ്പാറ പോലെയുള്ള സ്ഥലങ്ങൾ ഉപയോഗിച്ച് അവിടെയുള്ള ആളുകൾക്ക് നൈറ്റ് ലൈഫ് ഉണ്ടാക്കി കൊടുക്കാൻ എന്ത് പദ്ധതിയാണ് സ്ഥാപനം ആവിഷ്കരിക്കാൻ കഴിയുന്നത്? എന്തായാലും ഈ ആശയങ്ങൾ പറഞ്ഞ എല്ലാവർക്കും നന്ദി. നമുക്ക് ഇനി 8 മിനിറ്റ് മാത്രമാണ് അവശേഷിച്ചിട്ടുള്ളത്. മന്ത്രി ഈ ആശയങ്ങളെല്ലാം മറുപടി 2 പേർക്കും ഈ ആശയങ്ങൾ നമ്മൾ നൈറ്റ് ലൈഫ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു. പക്ഷെ എന്തുകൊണ്ട് കേരളത്തിലുടനീളം എല്ലാ സമയവും ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന രീതിയിൽ സാഹചര്യം സൃഷ്ടിച്ചുകൂടാന്നുള്ളതാണ് എൻ്റെ ഒരു അടുത്ത ആശയം. നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നത് ഇത്രയും ആളുകൾ തിങ്ങിക്കൂടി പാർക്കുന്ന സ്ഥലമാണ് കേരളം. അപ്പം നമ്മൾ ഈ മാനവീയം പോലുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുമ്പോൾ അവിടെ കണ്ടീഷൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ സ്ഥലവും സേഫ്, ആൾക്കാർക്ക് പുറത്തിറങ്ങുന്ന സേഫ് സ്പേസ് ആക്കി മാറ്റണം എന്നുള്ളൊരു കാര്യം പറയാനുണ്ട്. അതുപോലെ നമ്മുടെ ഇവിടെയുള്ള ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് താമസം മാറിയ ആളാണ്. ഇവിടെ വരുമ്പോൾ 8 മണി ജോലി കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു സ്ഥലമില്ല, ബീച്ച് അല്ലാണ്ട്. സനോവരം ബയോസയൻസ് പാർക്ക് ഉണ്ട്, മാനാഞ്ചിലുണ്ട്. മാനാഞ്ചിലൊക്കെ 8:30 വിസിലടിച്ച ആളുകൾ പുറത്താക്കുന്ന സ്ഥലമാണ്. അതുപോലെ 6:30 സനോവരം പാർക്കിൽ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും ആളുകളും ഇല്ല,
എന്നിട്ട് നമ്മൾ അവരൊക്കെ അടച്ചിട്ടിട്ട് നൈറ്റ് ലൈഫ് പുതുതായിട്ട് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു പ്രശ്നമില്ലെന്നുള്ള ചോദ്യമാണ്. ചോദിക്കാനുള്ളത് നിങ്ങളുടെ കേരളത്തിന്റെ സാമൂഹിക സാഹചര്യം അനുസരിച്ച് നമ്മുടെ നൈറ്റ് ലൈഫും അതുപോലെ ബീച്ച് ടൂറിസവും ഒക്കെ വികസിപ്പിക്കും എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ സാഹചര്യം ഒരു NSS ക്യാമ്പിനെ വരെ അരാജകത്വ വേദിയായി സ്ഥിരീകരിക്കുന്ന മതസംഘടനകളുടെ നാടാണ് കേരളം എന്ന് നമുക്കറിയാം. ഇങ്ങനെ ഒരു വിമർശനം ഉയർന്നു വന്നാൽ ഏത് വിധത്തിലാണ് നമ്മളത് പ്രതിരോധിക്കുക എന്ന് അറിയാൻ താല്പര്യമുണ്ട്. കേരളത്തിന് പുറത്തുള്ള ഒരു KTDC ഹോട്ടല് ചെന്നൈയിലെ KTDC ഹോട്ടലാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം ചെന്നൈ പോയപ്പോഴും KTDC ഹോട്ടലാണ് താമസിച്ചത്. ഇത്തവണ പോയപ്പോഴും KTDC ഹോട്ടലാണ് താമസിച്ചത്. പലപ്പോഴും നമ്മുടെ പല വർക്കുകളും പെൻഡിങ് ആണ്. അപ്പൊ നമ്മൾ അവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ അവിടുത്തെ ചില 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 5 സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റി കൊണ്ടുവരാൻ ഒറ്റ ആംബുലൻസ് ഉള്ള സ്ഥലമാണ്. അതൊന്ന് ശ്രദ്ധിക്കും. പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതില്ല. അങ്ങനെയൊരു പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് പരിപാലനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അല്ല നമ്മളത് എഴുതുന്നില്ല. അല്ല നമ്മളൊരു സ്റ്റാഫുണ്ട്. അല്ല അത് അവസാനിപ്പിക്കണം. ഒന്ന് പരിപാലനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇവിടെ ഇലക്ട്രിക് സർക്യൂട്ടുമായി ബന്ധപ്പെട്ട് ചില അനുഭവങ്ങളോട് സൂചിപ്പിച്ചു. ചിലത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ചിലത് മറ്റു വിവിധ ട്രസ്റ്റും ഇതൊക്കെ പ്രവർത്തിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു വകുപ്പിനോട് ചേർന്ന് നിൽക്കുന്നതല്ല. അതിനെങ്ങനെ യോജിപ്പിക്കാമെന്നുള്ളതും ഇനി ലിറ്റററി സർക്യൂട്ട് എന്നത് വികസിപ്പിക്കുന്നത് പോലെ തന്നെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയും പരിപാലനം ഒരു പ്രശ്നമാണ്. പരിപാലനം ഒരു ഏകീകൃത സ്വഭാവത്തോടെ നടത്താനുള്ള കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്, ആലോചിക്കേണ്ടതുമാണ്. ഇപ്പോ മാനവീയ രീതിയിലേക്ക് വഴി ചോദിച്ചപ്പോൾ അനുഭവം പറഞ്ഞു. അതുപോലെ തന്നെ അതിനോട് ചേർത്ത് പറയേണ്ടത് നെഗറ്റിവിറ്റിയാണ് ഒരു പ്രധാന പ്രശ്നമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ബീച്ച് ടൂറിസം മേഖലയുള്ളത് നമുക്കറിയാം ഗോവയാണ്. ഗോവയിൽ ബീച്ച് ടൂറിസത്തിന് വേണ്ടി പോകുന്നത് വലിയൊരു ശതമാനം മലയാളികളാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലുള്ളത് നമ്മൾ ആദ്യം ഒരു ജില്ലയിൽ 1 എന്നാണ് നിശ്ചയിച്ചത്. അങ്ങനെ 9 ജില്ലകൾ, മറ്റ് 5 ജില്ലകൾ എന്തെങ്കിലും പ്രത്യേക വിരോധം ഉണ്ടായിട്ടില്ല, അവിടെ കടലില്ലാത്തതുകൊണ്ട്. അപ്പോ 1 എന്നുള്ള നിലയിൽ ഇങ്ങനെ ആരംഭിച്ചു. തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട്ട ഫ്ലോട്ടിംഗ്. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇരുമ്പോട്ട് ഉണ്ടാക്കുന്ന സാധനമല്ല, അത് ഊരിയെടുക്കാവുന്നതാണ്. അപ്പൊ കാലാവസ്ഥ മോശമാണെന്ന് പറഞ്ഞപ്പോൾ അത് ഊരിയെടുക്കുന്നത് ഏതൊരു വീഡിയോ. ഇത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകരുന്നൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ആരോ പോസ്റ്റ് ചെയ്തു. പ്രധാനപ്പെട്ട ഒരു ദിനപത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ മലയാള മനോരമ, പേര് പറയുന്ന മടിയാണ്, ഫ്രണ്ട് പേജിൽ ചാവക്കാട്ടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നതും പിന്നെ എൻ്റെ ഒരു കാർട്ടൂൺ, അത് പിന്നെ ദൈനംദിനം വരുന്നോണ്ട് വേറെ പ്രയത്നമില്ല, അതടക്കം വാർത്ത. എന്നാൽ അവിടുത്തെ ജനങ്ങൾ അപ്പം തന്നെ വീഡിയോ എടുത്തതാണ് വസ്തുത എന്ന് ചൂണ്ടിക്കാണിച്ച് പോസ്റ്റ് ചെയ്തിട്ട് അത് തിരുത്താൻ തയ്യാറായിട്ടില്ല. ഇതൊരു നെഗറ്റീവ് എനർജി പാസ് ചെയ്യാണ്. ഇതൊന്നും മാത്രമല്ല, പല പ്രശ്നമാണ്. ഇത് ഒരുപക്ഷെ ഇത് മറ്റിടങ്ങളിൽ ഇത് സന്തോഷിക്കുന്നവരുണ്ട്. അതായത് കേരളത്തിലെ ബീച്ച് ടൂറിസം വികസിക്കുന്നതിൽ സാമ്പത്തികമായി പ്രതിസന്ധി നേരിടുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ബീച്ച് ടൂറിസം കേന്ദ്രങ്ങൾ നടത്തുന്നവരാണ്. ആ ലോബി ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ ബീച്ച് ടൂറിസം അല്ലെങ്കിൽ മറ്റ് ടൂറിസം ഇടങ്ങൾ വികസിക്കാതിരിക്കാനുള്ള നെഗറ്റീവ് പ്രചരണം നടത്തുന്നതിൽ ഇവരുണ്ട്. അവരുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ പ്രദേശത്തൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നും അവരുടെ ശ്രദ്ധയപ്പെടുത്തണം. എന്ത് നെഗറ്റീവ് പ്രചരിപ്പിച്ചാലും തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുകയാണ്. നെഗറ്റീവ് നോക്കി നിന്ന് തലകുറിച്ച് നിൽക്കാൻ എന്തായാലും ഇപ്പൊ തൽക്കാലം സൗകര്യമില്ല എന്നുള്ളത് വളരെ വിജയത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വയനാട്ടിലെ
പരിശോധിക്കാം. വേഗം പറഞ്ഞു പോവാം. സോവിനിയേഴ്സ് ഈ ഒരു നിർദ്ദേശം വളരെ നല്ല നിർദ്ദേശമാണ്. ഇപ്പൊ റെസ്പോൺസിബിൾ ടൂറിസം അതിന്റെ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നമ്മൾ ഒരു വിദേശ രാജ്യത്ത് പോയാൽ അവിടെ നിന്ന് ഇതുപോലെ ഈ ചെയ്തോ അല്ലെങ്കിൽ പേഴ്സിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും സ്ഥിരമായിട്ട് എടുത്തു വെക്കാൻ പറ്റുന്ന രീതിയിൽ കേരളത്തിൽ നമുക്ക് അതുപോലുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് മുന്നോട്ട് പോകാം. പിന്നെ ഇവിടെ ഈ നൈറ്റ് ലൈഫുമായി ബന്ധപ്പെട്ട് പല ഡിസ്കഷനാണ് വന്നത്. എല്ലാ സമയവും പുറത്തിറങ്ങാൻ പറ്റുന്ന ഇന്ത്യയിലെ നിർഭയ ആളുകൾക്ക് നടക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് കേരളം തന്നെയാണ് എന്നുള്ളൊരു ആർക്കൊരു സംശയമാണ്. സേഫ് സ്റ്റേറ്റാണ്. ഇവിടെ അതിന്റെ മറ്റ് സാധ്യതകൾ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞതിൽ മാനാഞ്ചിറയും സരോവരം ഉൾപ്പെടുന്ന ഒരു കാഴ്ചപ്പാടാണ് എന്നുള്ളത് ഞാൻ അറിയിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനാണ് ഇപ്പൊ മാനാഞ്ചിറയുടെ നടത്തിപ്പും കോർപ്പറേഷനുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. സരോവരം ഇതുപോലെ തന്നെ ചർച്ച ചെയ്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത്. സാമൂഹികമായ എതിർപ്പിന്റെ കാര്യം പറഞ്ഞാൽ ഒരു എതിർപ്പാണ് ഇപ്പൊ കണ്ടത്. ഇവിടെ വന്ന് പറഞ്ഞതായ അഭിപ്രായമാണ്. ഒന്ന്, അരാജകത്വ പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ല രാത്രി സ്വതന്ത്രമായി നടക്കുവാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതിനെ കാണേണ്ടത്. രണ്ടാണ്. രണ്ടിനെ ഒന്നാക്കാൻ നോക്കരുത്. ഏതെങ്കിലും ഒറ്റപ്പെട്ട ഏതെങ്കിലും സംഭവങ്ങളെ കണ്ട് ഇത് ആഗ്രഹിക്കുന്നവർ മുഴുവൻ ഇങ്ങനെയുള്ളവരാണ് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. അതിനെ കൂട്ടിക്കലർത്തരുത്, മിക്സ് ചെയ്ത് നമ്മൾ എടുക്കണം. ഇപ്പൊ ഡിപ്രഷൻ കൂടുതൽ കാലമാണ്. പണ്ടൊന്നുമില്ല. പണ്ടൊക്കെ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ നമുക്കതൊരു വിഷമുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോട് പറയുന്നു, സുഹൃത്തുക്കളും പറയുന്നു, നേരെ പോയി ഗുളിക കഴിക്കുക, മരുന്ന് കഴിക്കുക. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാനസിക സമ്മർദ്ദം, ജോലി ചെയ്ത് മറ്റുണ്ടായ സമ്മർദ്ദം, നമുക്കൊന്നും പുറത്തിറങ്ങി സുഹൃത്തുക്കൾക്കൊപ്പം നടക്കാനോ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മെന്റൽ ഡിപ്രഷൻ പടരുന്നതിനെ തടയാനുള്ള ഏറ്റവും വലിയ മരുന്നുകൂടിയാണ്. ആ നിലയിൽ നമ്മൾ കാണാം. അതുകൂടി കണ്ട് തിരക്ക് കൂട്ടുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കാൻ കാണാം. ചെന്നൈയിലെ KTDCയുടെ കാര്യം പ്രത്യേകം പരിശോധിക്കാം. ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൊതുമയെ എന്നും രണ്ട് കൈയിലേക്ക് സ്വീകരിച്ചവരാണ് നിങ്ങളെല്ലാവരും. പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൗസുകളിൽ 2021 നവംബർ 1 ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കുമ്പോൾ പല ആശങ്കകളുണ്ടായിരുന്നു. 400 രൂപ ഒരു മുറിക്കുള്ളൂ, AC റൂമിന് വേറെ. പക്ഷെ ആശങ്കകളൊക്കെ തന്നെ തട്ടിമാറ്റി. 2 കൊല്ലം കൊണ്ട് സർക്കാരിന് കിട്ടിയ അധിക വരുമാനം 11 കോടി രൂപയാണ്. 2 ലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്നു. അവിടെ ഇനി ഒരുപാട് മാറ്റം വരുത്താനുണ്ട്. മാറ്റങ്ങൾ വേണ്ടതുണ്ട്. മാറ്റങ്ങൾക്കൊപ്പം നിങ്ങൾ നിൽക്കണം. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ വിവിധ രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകും. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാത്തവരുണ്ടാവും. എന്നാൽ ടൂറിസം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം എനിക്കുമുണ്ട് നിലപാട്. അത് ഞാൻ പറയുന്നു, രാഷ്ട്രീയ നിലപാട്. പക്ഷേ ടൂറിസത്തിന്റെ വികാസത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒരേ ഒരു രാഷ്ട്രീയം മാത്രമേ ഉണ്ടാകാൻ വേണ്ടി പാടുള്ളൂ. അത് കേരളത്തെ ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അതിൽ നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ, അടിവരയിട്ട് പറയുന്ന വിമർശനങ്ങൾ, ഇവയൊക്കെ തുടരണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ കരുത്താണ് എന്നുകൂടി ചൂണ്ടിക്കാട്ടുന്നു. നന്ദി, നമസ്കാരം. കേരള ടൂറിസത്തിന് ഒരു പുതിയ മുഖം നൽകട്ടെ എന്ന ആശംസയോട് നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി.